ഡോക്ടർ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ഈ പീരിയഡ്സിന്റെ ടൈമിൽ വരുന്ന പെയിൻ നോർമൽ ആണോ? 70% ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് പെയിൻ ഡ്യൂറിങ് മെൻസ്റ്റുറേഷൻ. പക്ഷേ അത് പീരീഡ്സ് തുടങ്ങുന്നതിൻ്റെ ആ സമയത്ത് അല്ലെങ്കിൽ അന്ന് അത് പീരീഡ്സ് ആയി കഴിയുമ്പോഴത്തേക്ക് പെയിനൊക്കെ മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ചിലർക്ക് പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പും അതേപോലെ തുടങ്ങിക്കഴിഞ്ഞും കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 ദിവസമൊക്കെ പെയിൻ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പേഷ്യൻറ്റ് ഞങ്ങളുടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ജനറൽ എക്സാമിനേഷൻ ചെയ്തിട്ട് വിൽ ഡു ആൻ അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ടിൽ എന്താണാവോ അതനുസരിച്ചായിരിക്കും നമ്മളുടെ ട്രീറ്റ്മെൻറ്റ്. ചിലപ്പോൾ അൾട്രാസൗണ്ടിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടാവാം, ചിലപ്പോൾ ഫൈബ്രോയിഡ് മുഴകളുണ്ടാവാം, യൂട്രസിൽ മുഴകളുണ്ടാവാം, ഓവേറിയൻ സിസ്റ്റ് ഉണ്ടാവാം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്രസിൽ തന്നെ വേണമെങ്കിൽ വേറെ പോളിപ്പോ അതേപോലെയുള്ള എന്തെങ്കിലും ഉണ്ടാവാം. ഈ കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് സാധാരണ ഇങ്ങനത്തെ വേദന ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഇവാലുവേറ്റ് ചെയ്യും. സർ, ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ് പല പല കാരണങ്ങൾ കൊണ്ടിട്ട് യൂട്രസിൻ്റെ പുറത്ത്, പക്ഷേ വയറിനുള്ളിൽ, അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിക്കുള്ളിൽ യൂട്രസിൻ്റെ പുറത്ത് ഈ യൂട്രസിൻ്റെ ലൈനിങ് ഉണ്ടാവും. അപ്പോൾ സാധാരണ പീരീഡ്സ് ആവുന്നത് പോലെ തന്നെ ആ ഉള്ളിലും, അതായത് വയറിനുള്ളിലും അതേപോലെ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ആ ബ്ലഡ് അവിടെ കട്ടിയായിട്ട് അതൊരു സിസ്റ്റായിട്ട് ഫോം ചെയ്യും. ചിലപ്പോൾ അണ്ടാശയത്തിലായിരിക്കും ഈ ഇതുണ്ടാവുക. അത് അണ്ടാശയത്തിൽ ഒരു സിസ്റ്റായിട്ട് ഫോം ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടുത്തങ്ങളുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസിന് പോലും നമ്മൾ ലാപ്രോസ്കോപ്പി യൂസ് ചെയ്യാം. ലാപ്രോസ്കോപ്പി ചെയ്ത് അതിനകത്തുള്ള ഒട്ടിപ്പിടിപ്പൊക്കെ മാറ്റി, സിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വി വിൽ പുട്ട് ദ പേഷ്യൻ്റ് ഓൺ മെഡിക്കേഷൻ. ഇനി ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ, അതായത് സിസ്റ്റ് വീണ്ടും റീഫോം ചെയ്യാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ അതേപോലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഇതാണ് എൻഡോമെട്രിയോസിസ് എന്നുള്ള കണ്ടീഷനിൽ ഐഡിയ. സർ, ഇപ്പോൾ ഈ എൻഡോമെട്രിയോസിന്റെ സർജറി എന്ന് പറയുന്നത് ഭയങ്കര വലിയ സർജറി ആണോ? അല്ല, ഇപ്പം എൻഡോമെട്രിയോസിൻ്റെ സർജറീസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടല്ല ചെയ്യുക. ഇപ്പോൾ ഒരു സർജറി, മോസ്റ്റ് ഓഫ് ദ സർജറീസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഗൈനക് സർജറീസ് അപ്പം ലാപ്രോസ്കോപ്പിക്കലിയാണ് ചെയ്യുക. ലാപ്രോസ്കോപ്പിക്കലി അത് സിസ്റ്റ് എത്ര വലുതായിരിക്കും, ബവൽ അഡീഷൻ ഉണ്ടോ, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ കേസസിന് എക്സ്റ്റെൻസീവ് സർജറീസ് വേണ്ടി വരില്ല. ഈ സിസ്റ്റ് എടുത്ത് മാറ്റുക, പിന്നെ വയറിലുള്ള ഒട്ടിപ്പിടിപ്പ് അതൊക്കെ എടുത്ത് മാറ്റുക, അതേപോലുള്ള സംഭവങ്ങൾ മതിയാവും. മിക്കപ്പോഴും അതൊരു 2-3 ഡേയ്സ് കൊണ്ടിട്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സർജറി ചെയ്തിട്ട് 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വിടാറാണ് പതിവ്.